ലാൽ സാറിൻ്റെ പുതിയൊരു മൂവി, ലാൽ സാറിൻ്റെ മാത്രമല്ല മറ്റു പല ഹ്യൂജ് ആയിട്ടുള്ളൊരു പാൻ ഇന്ത്യൻ മൂവി കണ്ണപ്പ എന്ന് പറഞ്ഞിട്ടൊരു മൂവി റിലീസ് ആകാനായിട്ട് പോവായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ന്യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ് ഡിസ്ക് ആരാണ്ട് മോഷ്ടിച്ചു, കാണാതെ പോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു രജനീകാന്ത് സാറിൻ്റെ മകള് ഐശ്വര്യ ഡയറക്ഷൻ ചെയ്ത ഒരു മൂവിയുടെ ഹാർഡ് ഡിസ്കും ഇതുപോലെ കാണാതെ പോയി, അതുകൊണ്ട് കുറേ സീൻസുകൾ നമുക്ക് അതിൽ നിന്ന് മിസ്സായിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും ഞാൻ കണ്ടു. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ഒരു നോർമൽ ഒരു ചെറിയ പടമാണെങ്കിൽ പോലും 2 ഹാർഡ് ഡിസ്ക്, അതായത് ഒരു മാസ്റ്റർ ഒരു കോപ്പി, ഇപ്പോൾ അത് 4 TB ആകാം 8 TB ആകാം, അതെന്താണെന്നുള്ള പ്രൊഡക്ഷൻ സൈഡ് വാങ്ങിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇതേ സെയിം പാക്കേജ് അങ്ങനെ തന്നെ വാങ്ങിക്കും. രണ്ടെണ്ണം വീതമാണ് വാങ്ങിക്കുന്നത്. അത് ചെറിയ മൂവി. വലിയ മൂവി ആകുമ്പോൾ ഇത് 3-4 കാണും. ഒരു മാസ്റ്റർ കോപ്പി കാണും, പിന്നെ നോർമലായിട്ട് 2-3 കോപ്പി എക്സ്ട്രാ കാണും. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിക്കകത്തുള്ള എല്ലാ വീഡിയോസും അല്ലെങ്കിൽ എല്ലാ ഷോട്ടും പോയി എന്ന് അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഞങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ആയി പോയാൽ അത് റിക്കവർ ചെയ്യാനുള്ളതും, ഇനി ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടു പോയാലാണ് നമ്മൾ ഈ ബാക്കപ്പ് കോപ്പീസ് ഇത്ര എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ വലിയ പടങ്ങളിലെ ഹാർഡ് ഡിസ്ക് കാണാതെ പോവുക, അതിനകത്ത് സീൻസ് കാണാതെ പോവുക എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പം മനഃപൂർവ്വം മാറ്റിയതായിരിക്കാം, അല്ലാണ്ട് ഇത് മാറാനായിട്ടുള്ള യാതൊരുവിധ ചാൻസും നമ്മൾ കാണുന്നില്ല. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതാണ്: ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ബാക്കപ്പായിട്ട് 3-4 വേറെ ഹാർഡ് ഡിസ്ക് കാണുന്നതാണ്. അതുകൊണ്ട് ഈ ഹാർഡ് ഡിസ്ക് പോയെന്ന് പറഞ്ഞുള്ള ന്യൂസ് അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല.